എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഡിസംബർ 17-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്തും രാജ്യത്തും കോവിഡ് കേസുകൾ ഉയരുകയാണ്. രാജ്യത്ത് വെള്ളിയാഴ്ച 312 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 280 രോഗികളും കേരളത്തിലാണ്. കഴിഞ്ഞ ഒരാഴ്ചയായി കേരളത്തിൽ കോവിഡ് കേസുകളുടെ എണ്ണം നേരിയ തോതിൽ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇതോടെ ഇന്ത്യയിൽ ആക്റ്റീവ് രോഗികളുടെ എണ്ണം 1296 വെള്ളിയാഴ്ച 17,605 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 312 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. 1.7% TPR. കേരളത്തിൽ ഒമിക്രോൺ JN.1 സാന്നിധ്യമാണ് കണ്ടെത്തിയിട്ടുള്ളത്. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ സിംഗപ്പൂരിലും ഇന്തോനേഷ്യയിലും കോവിഡ് കേസുകൾ ഉയരാൻ ഈ വകഭേദം കാരണമായിട്ടുണ്ട്. ചൈനയിലും പുതിയ കോവിഡ് വകഭേദം സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു സീറ്റിൽ കേരളത്തിൽ മത്സരിച്ചേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾ പുറത്തുവരുന്നു. തിരുവനന്തപുരത്ത് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള സൂചനകളാണ് വരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പാർട്ടി നില മെച്ചപ്പെടുത്തുമെന്ന് സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള BJP ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. സംസ്ഥാനത്ത് 5 സീറ്റ് സ്വന്തമാക്കാൻ കഴിയുമെന്നും കേരളത്തിലെ ക്രൈസ്തവർ BJPയിൽ നിന്നും അകന്നു എന്ന പ്രചരണം ശരിയല്ല എന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് മത്സരിക്കും എന്ന അഭ്യൂഹം ജാവദേക്കർ തള്ളിയില്ല. മോഡിക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും മത്സരിക്കാം എന്നും കേരളത്തിൽ പുതുമുഖങ്ങളും പ്രമുഖരും ഉടൻ BJPയിൽ എത്തുമെന്നും മണിപ്പൂർ ഉയർത്തിക്കാണിച്ച് കോൺഗ്രസിന്റെ പ്രചരണം ഫലം കണ്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ഇലക്ഷനോടനുബന്ധിച്ച് വലിയ പ്രഖ്യാപനമാണ് കേരളം കാത്തിരിക്കുന്നത് എന്നും പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. നിലവിൽ ശശി തരൂരാണ് തിരുവനന്തപുരം MP. ഇനി ആര് മത്സരിച്ചാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ തന്നെയായിരിക്കും. മോദി മത്സരിക്കുകയാണ് എങ്കിൽ എന്താകും ഫലം എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമന്റായി രേഖപ്പെടുത്തുക. തൃശൂർ നഗരപരിധിയിൽ CNG ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ചു ഒരാൾ മരിച്ചു. പെരിങ്ങാവ് വേലുവളപ്പിൽ പ്രമോദ് 47 വയസ്സാണ് മരിച്ചത്. ഓട്ടോറിക്ഷയിൽ വലിയ രീതിയിൽ തീയുണ്ടായിരുന്നു. ആത്മഹത്യയാണ് എന്ന സംശയം ഉണ്ട്. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചു. ആളൊഴിഞ്ഞ ഇടറോഡിൽ നിർത്തിയിട്ട ശേഷമാണ് ഓട്ടോറിക്ഷ കത്തിയമർന്നത്. പോലീസും ഫയർഫോഴ്സും എത്തി നടപടികൾ സ്ഥിരീകരിച്ചു. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ തീ മറ്റിടങ്ങളിലേക്ക് പടർന്നിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വന്നാൽ, വായ്പകളുടെ അടിസ്ഥാന പലിശ നിരക്ക് വർദ്ധിപ്പിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI അടിസ്ഥാന മാനദണ്ഡങ്ങളിൽ ഒന്നായ മാർജിൻ കോസ്റ്റ് ഓഫ് ഫണ്ട് ബേസ്ഡ് ലെൻഡിംഗ് റേറ്റ് MCLR ഇന്ന് പ്രാബല്യത്തിൽ വന്ന വിധം 0.10% വരെ വർദ്ധിപ്പിച്ചു. മാനദണ്ഡങ്ങളിൽ ഒന്നായ ബേസിക് റേറ്റും കൂട്ടിയിട്ടുണ്ട്. 10.10% നിന്നും 10.25% ഉയർത്തിയത്. ഒരു വർഷത്തെ കാലാവധി വായ്പകളുടെ പുതുക്കിയ MCLR 8.65 നേരത്തെ ഇത് 8.55 ആയിരുന്നു. 2 വർഷത്തെ കാലാവധി വായ്പകളുടേത് 8.65 നിന്നും 8.75 ഉയർത്തി. 3 വർഷത്തെ കാലാവധി ഉള്ളതിന് 8.75 നിന്നും 8.85 ഉയർത്തിയിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള കാർഡിയോ വാസ്കുലാർ ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു. കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ BSc-യോ ഡിപ്ലോമയോ ആണ് വിദ്യാഭ്യാസ യോഗ്യത. 2 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്ത ബയോഡാറ്റ, ആധാർ കാർഡ്, പാസ്പോർട്ട്, വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ്, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അപേക്ഷ നൽകേണ്ടതാണ്. rmt3.norkaroot@kerala.gov.in എന്ന ഇമെയിൽ ID-യിലേക്ക് 2023 ഡിസംബർ 18-നകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ K. ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സേവന വേതന വ്യവസ്ഥകൾ ലഭിക്കുന്നതാണ്. ശമ്പളത്തിന് പുറമെ താമസം, ഭക്ഷണം, വിസ, ടിക്കറ്റ് എന്നിവ സൗജന്യമാണ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ തീയതി, വെന്യൂ എന്നിവ നോർക്ക റൂട്ട്സിൽ നിന്നും അറിയിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ 1800 425 39 39 എന്ന നമ്പറിൽ ഇന്ത്യയിൽ നിന്നും 91 88 02 01
2345 നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന് മറ്റ് സബ് ഏജൻസികൾ ഇല്ല എന്നും അത്തരത്തിൽ ആരെങ്കിലും ഉദ്യോഗാർത്ഥികളെ സമീപിക്കുകയാണ് എങ്കിൽ അത് നോർക്ക റൂട്ട്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അടുത്ത അറിയിപ്പ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ 1999 മുതൽ 2023 വരെയുള്ള കാലയളവിൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാത്തവർക്ക് സീനിയോറിറ്റി നഷ്ടപ്പെടാതെ ഇത് പുതുക്കുന്നതിനുള്ള അവസരം ഇപ്പോൾ വന്നിരിക്കുകയാണ്. രജിസ്ട്രേഷൻ പുതുക്കലുമായി ബന്ധപ്പെട്ട നടപടികൾക്കായി ഓൺലൈൻ പോർട്ടലായ www.employment.kerala.gov.in എന്ന വെബ്സൈറ്റിന്റെ ഹോം പേജിൽ സ്പെഷ്യൽ റിവ്യൂ ഓപ്ഷൻ വഴി ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് 2024 ജനുവരി 31 വരെ പുതുക്കൽ നടത്താവുന്നതാണ്. ഇതുകൂടാതെ ഓഫീസിൽ നേരിട്ട് ഹാജരായും പുതുക്കൽ നടത്താവുന്നതാണ്. സംസ്ഥാനത്ത് ഡിസംബർ മാസത്തിൽ ക്രിസ്മസ് പെൻഷൻ വിതരണം ഉണ്ടാകും. ഓഗസ്റ്റ് മാസത്തെയോ അല്ലെങ്കിൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെയോ പെൻഷൻ ലഭിക്കാനാണ് സാധ്യത. സാമ്പത്തിക പ്രതിസന്ധിക്കിടെ സംസ്ഥാനത്തിന് താൽക്കാലിക ആശ്വാസമായി കടമെടുപ്പ് പരിധിയിൽ ഇളവ് ലഭിച്ചു. കേരളത്തിന് കടമെടുക്കാവുന്ന തുകയിൽ നിന്നും കിഫ്ബിയും പെൻഷൻ കമ്പനിയും എടുത്തിട്ടുള്ള വായ്പാ ഇനത്തിലെ 3140 കോടി രൂപ കുറച്ച നടപടി കേന്ദ്രം മരവിപ്പിച്ചു. നിലവിലെ പ്രതിസന്ധിക്ക് കാരണം കേന്ദ്രം വായ്പാ പരിധി വെട്ടിക്കുറച്ചതാണ് എന്ന് കേരളത്തിന്റെ ഏറെ നാളായുള്ള പരാതിയാണ്. ഇത് സംബന്ധിച്ച് ധനമന്ത്രി KN ബാലഗോപാൽ കേന്ദ്രമന്ത്രി V മുരളീധരനും പലവട്ടം ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. ഇതോടെ ഈ തുക മാർച്ചിനു മുമ്പ് കേരളത്തിന് കടമെടുക്കാൻ കഴിയും. 2000 കോടി രൂപയാണ് ഈ മാസം 19-ന് കടമെടുക്കുന്നത്. ക്രിസ്മസിന്റെ ഭാഗമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനാണ് ഈ തുക വിനിയോഗിക്കുക. 2 മാസത്തെ പെൻഷൻ തുക 3200 തന്നെയാകും 90% ലഭിക്കാനുള്ള സാധ്യത. ഡിസംബർ 23-ന് മുമ്പ് പെൻഷൻ വിതരണം ആരംഭിക്കും. കയ്യിൽ എത്തുന്ന ഭൂരിഭാഗം ആളുകൾക്കും പെൻഷൻ ലഭിച്ച് തീരാൻ ഈ മാസം 30 എടുക്കും. രാജ്യത്ത് ഒരു പൗരന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക രേഖകളിൽ ഒന്നാണ് പാൻ കാർഡ്. ബാങ്ക് ഇടപാടുകൾ, ലോൺ അപേക്ഷ, ഓൺലൈൻ പേയ്മെന്റ്, ആദായനികുതി റിട്ടേൺ ഫയൽ ചെയ്യൽ, നിക്ഷേപം മുതലായ കാര്യങ്ങൾക്കെല്ലാം പാൻ കാർഡ് കൂടിയേ തീരൂ. മാത്രമല്ല ഒരു തിരിച്ചറിയൽ രേഖയായും പലപ്പോഴും പാൻ കാർഡ് ഉപയോഗിക്കാറുണ്ട്. ആദായനികുതി വകുപ്പ് രജിസ്റ്റർ ചെയ്ത 10 തനത് ആൽഫ ന്യൂമറിക് നമ്പറാണ് പാൻ കാർഡ് എന്നുള്ളത്. പാൻ കാർഡും ആധാർ കാർഡും ലിങ്ക് ചെയ്യുന്നതിനുള്ള സമയപരിധി 2 മാസങ്ങൾക്ക് മുമ്പ് അവസാനിച്ചിരുന്നു. പിന്നീട് പിഴയോട് കൂടിയിട്ടാണ് ഈ പ്രവർത്തനം പൂർത്തീകരിക്കാൻ പല ആളുകൾക്കും കഴിഞ്ഞത്. ഇപ്പോൾ മറ്റൊരു പ്രശ്നം കൂടി ഉണ്ട്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം പാൻ കാർഡ് ഉണ്ട് എങ്കിൽ അതും പ്രശ്നമാണ്. ഒരു വ്യക്തിക്ക് ഒന്നിലധികം പാൻ കാർഡ് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യും? ഇന്ത്യയിൽ ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ സൂക്ഷിക്കാൻ കഴിയുമോ? ആദായനികുതി നിയമപ്രകാരം ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ എന്തെങ്കിലും പിഴ ചുമത്തുന്നുണ്ടോ എന്ന സംശയങ്ങൾ പല ആളുകളും പങ്കുവെക്കാറുണ്ട്. ഇതിനുള്ള ഒരു മറുപടി കൂടിയായിട്ടാണ് ഈ അറിയിപ്പ്. രാജ്യത്തെ ഓരോ വ്യക്തിക്കും യുണീക്ക് ആയിക്കൊണ്ട് വ്യക്തിഗത നമ്പറാണ് പാൻ കാർഡ് എന്നുള്ളത്. ഈ കാരണം കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് ഒരു പാൻ കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ നിയമം അനുവദിക്കുന്നുള്ളൂ. ഇക്കാരണത്താൽ ഒരു വ്യക്തിക്കോ കമ്പനിക്കോ ഒന്നിൽ കൂടുതൽ പാൻ നമ്പർ ഉണ്ട് എങ്കിൽ അത് നിയമവിരുദ്ധമാണ്. പിടിക്കപ്പെട്ടാൽ ആദായനികുതി വകുപ്പ് നിയമപ്രകാരം നിയമ നടപടി സ്വീകരിക്കുകയോ സാമ്പത്തികമായി പിഴ ചുമത്തുകയോ ചെയ്യും. ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉണ്ട് എങ്കിൽ ആദായനികുതി നിയമപ്രകാരം 1961 സെക്ഷൻ 272B പ്രകാരം നടപടിയെടുക്കും. ഈ വകുപ്പ് പ്രകാരം ഒന്നിൽ കൂടുതൽ പാൻ കാർഡുകൾ ഉള്ള വ്യക്തിക്ക് 10,000 രൂപ പിഴ ചുമത്തും. അതുകൊണ്ട് തന്നെ ഒന്നിൽ കൂടുതൽ പാൻ കാർഡ് ഉണ്ട് എങ്കിൽ രണ്ടാമത്തെ പാൻ കാർഡ് വ്യക്തി സറണ്ടർ ചെയ്യേണ്ടതാണ്. ഓൺലൈനായി കൊണ്ട് തന്നെ പാൻ കാർഡ് സറണ്ടർ ചെയ്യാവുന്നതാണ്. ഇതിനു വേണ്ടി ആദായനികുതി വകുപ്പിന്റെ വെബ് പോർട്ടൽ സന്ദർശിക്കുക. ശേഷം നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന പാൻ ഫോമിന്റെ മുകളിൽ സൂചിപ്പിച്ചുകൊണ്ട് പാൻ മാറ്റ അഭ്യർത്ഥന അപേക്ഷ ഫോം സമർപ്പിക്കുക. ഫോം 11 ബന്ധപ്പെട്ട പാൻ കാർഡിന്റെ പകർപ്പും ഫോമിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ബാങ്കുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ നിർബന്ധിതമായി കേരള ബാങ്കിൽ ലയിപ്പിച്ചതിനെതിരെ കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീലുമായി റിസർവ് ബാങ്ക് തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ്. ഇത് സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായി. സഹകരണ രജിസ്ട്രാറുടെ നടപടി ശരിവെച്ച ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെതിരെ മലപ്പുറം ജില്ലാ ബാങ്ക് മുൻ ഭരണസമിതി നൽകിയ അപ്പീൽ ഹർജിയിൽ സംസ്ഥാന സർക്കാരും റിസർവ് ബാങ്കും എതിർകക്ഷികളാണ്.
സംസ്ഥാനത്ത് ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നേരത്തെ പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ മാത്രമായിരുന്നു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നത്. നാളെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 ദിവസവും അതിശക്തമായ മഴയ്ക്കാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സാധ്യത പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോവാൻ പാടില്ല എന്നും കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് തടസ്സമില്ല എന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവില കുറഞ്ഞു. പവന് 360 രൂപ കുറഞ്ഞ് 45,850 രൂപയും ഗ്രാമിന് 45 രൂപ കുറഞ്ഞ് 5,730 രൂപയിലും എത്തിയിട്ടുണ്ട്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്ക്.